ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവ സമൂഹമേ, പാലക്കാർ ഇന്ന് അൽഹംദുലില്ലാഹ് ദീനിക്ക് മുന്താളുവായിട്ടുള്ള എവിടെ പോയെങ്കും പള്ളിയിൽ യാറക്കാൻ്റെ പാലക്കാർ ബയസ്തരങ്ങ ചിലപ്പോൾ ഫേറവായിട്ടിരിക്കണം. പാലക്കാർ ഇരിക്കണം. അൽഹംദുലില്ലാഹ് ഈ പെൻഷനുക്ക് വേണ്ടി ഒരുപാട് പാലക്കാർ അധ്വാനിച്ചിരാർ, കമ്മിറ്റിക്കാർ അധികം അധ്വാനിച്ചിരാർ. അള്ളാഹുദിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും അല്ലാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഉമ്മമാരെ, എൻ്റെ പെങ്ങന്മാരെ, ഞങ്ങളെ മക്കളെ വളരെ പിസമ്പക്കൊണ്ടങ്ങ ഇണ്ട് ബാപ്പായവണു ചിലപ്പോൾ മക്കളെ ഗുർത്തവേക്കില്ല. ഒരു കിടാവ് താടിയെല്ലാം വെച്ചിട്ട് പറയുമ്പോൾ കേൾക്കണ നീനാറല്ല ആരെ മോണ്ടി സ്വന്തം മോണ്ടി കേൾക്കണേ ನಾನು ನಿಂಗಲ ಮೋನು ತಾಡಿಯೆಲ್ಲ ಬಂತ ಹೆಬ್ಬ ಬಾಳ ಕರಾಯಿಲ್ಲ ಓನ್ ಎಪ್ಪ ನೋಕಡೆ ಓನ್ 12 ജാവ് വേണ്ടി ഓൺ മക്കത്തരേണ്ട ചിലവ് കൊന്തുവയ്ക്കില്ല. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്. ഉസ്താദ് വിളിച്ച് കേൾക്ക래 ഒക്കെ നിങ്ങളെ ഉമ്മ അബ്ബടെ നിങ്ങളെ മോൻ്റെ പേരെങ്ങനല്ലേ എങ്ങനെ ഇപ്പം നക്കി ചൊല്ലുകാവില്ല ഉസ്താദ് ഗൂഗിളിലില്ലേ നല്ല പെഞ്ഞേക്ക് ഒരു ഫോൺ ആക്കി കേൾക്ക래 ദരി നിൻ്റെ മോൻ്റെ പേരെങ്ങനെ നിങ്ങൾക്ക് ഇത്ര ಗೊಂತಿല്ലേ ಜೌಡ್ರೆ ಗೊಂತಾವಿಡ್ದ 12 ಬಂಡೆಲ್ಲಿ ನಕ್ಕ ಮಕ್ಕೆತ್ತರೆ ಗೊಂತಿಲ್ಬ ಕಣಕ್ಕೆ ಇಲ್ಲ. ಅಲ್ಲಾಹು ಕಾಕಟ್. ഞങ്ങളെ മക്കളെ ശ്രദ്ധ വളരെ കുറുടിയായിരുന്നു. മക്കളെ വിഷയത്തിൽ ചിന്തന പോലും ഞങ്ങൾക്കില്ല. മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി അള്ളാഹിന്റെ റസൂലിന്റെ ഒരു സഹാബി വന്നിട്ട് ഇന്നലി അശറത്ത ഔലാദ് നബിയെ നക്ക് 10 ബക്ക മാ ഖബ്ബൽതു മിൻഹും അഹദാ ഒരു കിടാവിടെ ഫീസത്തിൽ നിന്ന് ഒരു മുത്തം പോലും കൊടുത്തിട്ടില്ല നബിയേ. അപ്പൊ അള്ളാന്റെ റസൂൽ ചൊത്തു നീ നിന്റെ സമുദായമേ അല്ല, നിന്റെ ഉമ്മത്തിയെ അല്ല മുഹമ്മദ് മുസ്തഫ. മക്കളെ പിരിസം വെക്കാത്തവണു, മക്കളെ ചിന്തിക്കാത്തവണു, മക്കൾക്ക് മുത്തം കൊടുക്കാത്തവണു, മക്കളെ പിരിസം കാട്ടാത്തവണു അവണു റസൂലുള്ളാന്റെ ഉമ്മത്തിയല്ല മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഞങ്ങളെ മക്കൾ നല്ലോണം പിരിസം വെക്കണം. ഞങ്ങൾ ഒരു വാരത്ത് ഒർക്കെങ്കിലും ഒരേ പ്ലേറ്റിൽ ഒരേ ടേബിളിൽ തെച്ചിട്ട് ചോറുണ്ണണു. എല്ലാ മക്കളെ വിളിച്ചിട്ട് അബ്ബായോണു പെഞ്ഞായി മക്കളെ തെപ്പാടിയിട്ട് ഒരേ പ്ലേറ്റിൽ ഉണ്ണുമ്പോ മക്കളെ കാണുകാവുടു, മക്കളെ വിഷയം അറിയുകാവുടു. ഒക്കടി ഉമ്മാ നിക്ക് വയസ്സ് എത്ര ആಯ್ತು? 6 8 ಆಯ್ತು. ಒಕ್ಕ ಡಿಗ್ರಿ ಆಯ್ತಡಿ ಆಯ್ತು. ಏಡಂಗೆ ಇನ್ಸ್ಟಾಗ್ರಾಮಲ್ಲಿ ಮೆತ್ತೋಡು ಲವ್ ಹಾಕಿದೆ കേൾക്കുന്നു. പിന്നെ സോത്ത് പോയിരണ്ട നീന് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ലവ്. അള്ളാഹു കാക്കട്ട്. ഇന്ന് നോക്കൂ ഞങ്ങളെ പെൺമക്കൾ എവിടെ എത്തിരാറ്? സ്കൂൾ ഡേ കട്ടുള്ള റബ്ബേ പാതി ചടിച്ചിട്ട് ഡാൻസ് ആക്കടേ മമ്മദാചാര്യ മോളു, അല്ലാ അബക്രാക്കടെ മോളു, 5 വക്ത് നിസ്കരിക്കടെ മുഹമ്മദിന്റെ മോളു ചടിച്ചിട്ട് ഡാൻസ് ആക്കുമ്പോൾ ഇവമ്മ തായി തൊട്ടിട്ട് ചിരിക്കടെ നോക്കണേ ആ കൊസി. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്. നീങ്ങൻ്റെ ബേജാറായിത്താ സ്കൂൾ ഡേ ആക്കുമ്പോ ഞങ്ങളെ 10-15 വർഷത്തെ പെൺമക്കൾ സ്കൂൾ ഡേക്ക് പോയിട്ട് ഡാൻസ് ആക്കുമ്പോ യഥാർത്ഥത്തിൽ ഞങ്ങളെ ആൺമക്കൾ റബീഉൽ അവ്വൽ നല്ല പാട്ട് പാടുമ്പോൾ റസൂലുള്ളാഹിനെ മദ്ഹ് ചൊല്ലുമ്പോൾ അതിനെ താങ്ക്സ് ആക്കിയിട്ട് ആ മക്കൾക്ക് നല്ലൊരു ഫൈസ് കൊടുക്കുക നിങ്ങൾ അപ്പമാർ റെഡിയില്ലേ? യഥാർത്ഥത്തിൽ സ്കൂൾ ഡാൻസ് ആക്കുമ്പോൾ പെൺമക്ക വളരെ സൂക്ഷിച്ചോളണോ. എന്തെല്ലാം വേഷം ധരിച്ചിട്ട് സുബ്ഹാനല്ലാ പാട്ട് പാടിയിട്ട് ഡാൻസ് ആക്കുമ്പോൾ എതിർ തെറ്റിട്ട് ഞങ്ങൾ ഉമ്മമാർ ബുർക്കറ്റിട്ട് തായ് കൊട്ടെ നോക്കണു, ചിരിക്കെ നോക്കണു, കുശികളുടെ നോക്കണു. യഥാർത്ഥത്തിൽ ഞങ്ങളെ മക്ക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരായത്ത് പഠിച്ചെങ്കിൽ നിക്ക് നാളെ സ്വർഗത്തിൽ പോകാം. മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളെ മോണ് ശരിയായ നിലക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു ആയത്ത് പഠിച്ചു പോയെങ്കിൽ കോട്ടി ചിലവാക്കിയിട്ട് മോണു ഫ്ലാറ്റാക്കി കൊടുത്തെങ്കിലും ഫലമില്ല. യഥാർത്ഥത്തിൽ നീ ഒരു ബിസ്മി നിന്റെ മോണു പഠിപ്പാട്ടിയെങ്കിൽ അത് സ്വർഗത്ത് നിന്റെ കൊണ്ടുപോകൊണ്ട് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ഞങ്ങളെ മക്കൊരു ബിസ്മി ഉദയമയ്യാവും. ഒരു അലിഫ് വേറെന്തും വേണ്ട, ഒരു അലിഫ് ഒരു അലിഫിടെ പാട പഠിച്ചയ്യാവും. സ്വർഗത്ത് പോക്ക് ചാൻസ് ആവണം. മഹാനായ സയ്യിദുന റൂഹുല്ലാ ഈസ
ഈസാ നബി അലൈഹി സ്വലാം ഒരു യാത്ര പോകുമ്പോൾ ഒരു കബറിന്റെ മുട്ട പോയിട്ട് കബറിന്റെ മുട്ട പോകുമ്പോൾ ആ കബർ ആളെ കാണ്ട് ഞങ്ങളെ പോലെ ഞങ്ങൾ കബർ ആളെ കാണ്ട ഞങ്ങൾ അപ്പടെ കബർ അഞ്ഞുകൊണ്ട് ചോട്ടിൻ്റെ പോകണ്ടേ ഞങ്ങൾ അസ്സലാമു അലൈക്കും ബാപ്പ നിങ്ങൾ കബൂറിൽ കിടന്ന സുമാർ സമയത്തല്ലേ നിങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ അവർ ഫാത്തിയ ഒരു അതിയാക്കരെ ഒരു സലാം ചൊല്ലൊരു ആദത്ത് ഞങ്ങൾക്കുണ്ട് വെള്ളിയാഴ്ച 2-3 ദിവസമാണ് മൂന്നാമത്തെ ദിവസം മറ്റങ്ങ് ദ്വാരക്കെ പോയിട്ട് എത്തി കബൂറിൽ എവിടെ എത്തിയില്ലേ ചോട്ടിയോണ്ട് പോയിട്ട് ആ കബൂറിൽ എവിടെ ചോണ്ടുവാ എന്നല്ല അപ്പടെ കബൂർ ചേർത്തൊക്കെ വരും ഇവിടെ ഉസ്താദ് എന്ന് മണ്ണാക്കി ഉസ്താദ് മൂന്നാമത്തെ ആൾ ഫാത്തിയാണ് വിളിച്ചിട്ട് നിന്റെ അബ്ബക്കും നിന്റെ ഉമ്മക്കും നിന്റെ പോയ അങ്ങോട്ട് ദ്വാരക്കടല്ലേ ആ ദ്വാരക്കുമ്പത്ത് നീನು അവിടെ കബൂർ ചവിട്ടിയോണ്ട് പോയിട്ട് ലാസ്റ്റ് എത്തിയിലെത്തി എല്ലാ കബൂർക്കും ചവിട്ടില്ല അതാക്ക വിളിക്കതേ എന്താണ് നിന്റെ കബൂർ ചവിട്ടിയേ ഓണ് കേൾക്കണ അത് കബൂറിലാൽ വിളിച്ചോണ്ട് നമ്മ കേൾക്കല പൈങ്ങോ കേൾക്കണ് ഇസ്ലാം ചൊല്ലേ പൈങ്ങം കൂടി അട്ടഹാസിച്ചോണ്ടുണ്ടോ അങ്ങനെ അതാബ് കണ്ടിട്ട് ഈസാ നബി അലൈഹി സ്വലാം കബൂറിലാലെ കണ്ട് ഭയങ്കര ശിക്ഷ എടുത്തോണ്ടുണ്ട് ഭയങ്കര ശിക്ഷ മഹാനായ ഈസാ നബി അലൈഹി സ്വലാം രണ്ടാമത്തെ യാത്ര വരുമ്പത്തുകൂ ആ കബൂർ നോക്കുമ്പോ നല്ല കൊശിലുണ്ട് അയാള് നല്ല റാഹത്തിലുണ്ടു അപ്പൊ അള്ളാഹുട്ട് കേർത്ത് പടച്ച റബ്ബേ ഇയാള് ശിക്ഷയിൽ ഇന്ന ആള് ഇപ്പൊ കൊശിയാവുള്ള കാരണം എന്തേണ്ട് കേട്ടപ്പോ പടച്ച റബ്ബ് ഓഹി അറിയിച്ചിട്ട് സന്ദേശം കൊടുക്കടോ ഓ ഈസാ നബിയേ അയാളൊരു പുള്ളി മോണല്ല ഒരു പുള്ളി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്ന കാരണം കൊണ്ട് അയാളെ ശിക്ഷ കുറഞ്ഞു പോയിട്ട് ഖാലല്ലാഹു അസ്സ വജല്ല അല്ലാഹു ഞങ്ങളെ ആ മക്കളെ കൊണ്ടത്തുള്ള മക്കളാക്കി തീർക്കട്ടെ ഞങ്ങളെ മക്ക നല്ല വിദ്യയും ബുദ്ധിയുള്ള മക്കാവാം ഇണ്ട് ഗാഞ്ചത്തെ പേരത്തെ ഇവിടെ ഇല്ല അള്ളാഹു കാക്കട്ടെ ഗാഞ്ച വന്നിട്ടില്ല അവിടെ പറകോ അള്ളാഹു വരാതിരിക്കട്ടെ ഞങ്ങളെ ബാലക്കാർ ആ വിഷയത്തിലില്ല ആവേശത്തിൽ ദീന്റെ വിഷയത്തിലുള്ള ഞങ്ങളെ ബാലക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടുള്ളാർ ദീനി സേവനാക്കിക്കൊണ്ടുള്ളാർ പാവങ്ങളെ സഹായിച്ചുകൊണ്ടുള്ളാർ എല്ലാ വിഷയത്തിലും ഞങ്ങളെ മുൻതാളുമായിട്ട് ഞങ്ങളെ ബാലക്കാറുള്ളാർ ഏതെങ്കിലും ഒരു മുസ്ലിം നോമ്പല വരുമ്പോൾ അവിടെ പോയിട്ട് മുമ്പളെ തീർക്കൊക്കെ നിങ്ങൾ റെഡി ആയിട്ടുള്ള ഞങ്ങളെ ബാലക്കാർ അള്ളാഹു ആ കൂട്ടത്തിൽ ബാലക്കാരാക്കി തീർക്കാം ഇത് വേണം കാലി നിസ്കരിച്ചെങ്കിൽ മയ്യാവല്ലേ നോമ്പ് നോക്കിയെങ്കിൽ മയ്യാവല്ലേ പള്ളിയിലേ തെച്ചിട്ട് ബിസ്ക്കറ്റൊക്കെ തസ്ബീഹത്ത് മയ്യാവാ നോമ്പ് നോക്കിയ മയ്യാവാ നിസ്കരിച്ചെങ്കിൽ മയ്യാവാ എത്രമാ പാവത്തെങ്ങ ചോറില്ലാണ്ടുള്ളാറ് എത്രമാ പെൺമക്ക ഭംഗിലാവാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടുള്ളാറ് ആരെങ്കൊന്ന് കിട്ടിയെങ്കല്ല അത് മുസ്ലിമാണ്ട് ചിന്തിക്കാണ്ട് ഞങ്ങളെ പെൺമക്ക ഓടിയോണ്ടുള്ളാർ അതിനെ നിലനിർത്തകൂ അതിനെ സമാക്കൂ ഞങ്ങളെ പാലക്കാർ റെഡിയാവണു ഏതെങ്കിലും സ്കൂള് പോവാത്ത മക്കളുള്ളാറാ മദ്രസ പോവാത്ത മക്കളുള്ളാറാ നിസ്കരിക്കാത്ത മക്കളുള്ളാറാ ഇബാദത്ത് കുറഞ്ഞ മക്കളുള്ളാറാ ഔത്തുലു കഷ്ടത്തിലുള്ളാറാ അത് നോക്കൽ നിങ്ങൾ കടമയായിട്ട് നോക്കൂ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം കലീമുല്ലാഹി മൂസാ കലീമുള്ള ചെന്ന് അള്ളാഹുവിനോട്ട് പലക്ക പറഞ്ഞ ആളുണ്ട് ഒരു ടൈറ്റൽ പഠിച്ചവനോട്ട് പലക്ക പറഞ്ഞ ആളാറാണ് സയ്യിദുന മൂസാ അലൈഹിസ്സലാം ഇവിടെ ചിന്തിക്ക പഠിക്കണം നിങ്ങൾ പഠിക്കണം നിങ്ങൾ എല്ലാ ദീൻ്റെ വിഷയം നിങ്ങൾ പഠിക്കണം ഞങ്ങൾ കാലി നാണ് ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റുള്ള ബാവ ഞങ്ങളെ വിഷയമല്ല ನಾನು ಜಮಾತಿರ ಖಜಾಂಚಿಲ್ಲ ಬಾವ ಒಕ್ಕಮೆ 10 ಮಲಕ್ಕಡೆ പേര് ചൊല്ലുന്നങ്ങ ശേ ഗൂഗിൾ അടിച്ച് നോക്കടേ ഇപ്പോൾ ഗൂഗിൾ ഒന്ന് വന്നത് പുതിയത് സുബ്ഹാനല്ലാഹ് വേണ്ട 5 വക്ത് നിസ്കരിച്ചുകൊണ്ടുള്ളതങ്ങ 5 വക്ത് നിസ്കരിച്ചുകൊണ്ടുള്ളതങ്ങ എത്ര വർഷത്തെ നിസ്കരിച്ചുകൊണ്ടുള്ളേ നാക്കെ കേട്ട നിസ്കാരത്തെ ഫർലത്തര ഉദൂടെ ഷർത്തത്തര ഉദുവാക്കടെങ്ങനെ നിസ്കരിക്കടെങ്ങനെ സുബ്ഹാനല്ലാഹ് പടച്ച റബ്ബ് ഞങ്ങളെ കാക്കുമാറാകട്ടെ ഉദൂടെ ഷർത്ത് കൊന്തില്ല ഉദൂടെ ഫർള് കൊന്തില്ല നിസ്കാരത്തെ ഫർള് കേട്ടെങ്കിൽ പിടിയില്ല ഈ പരിസ്ഥിതിക്ക് നിങ്ങൾ എത്തിപ്പോയെങ്കിൽ നിങ്ങൾ നിസ്കാരം എവിടെ പോവും നിങ്ങൾ ഇബാദത്ത് എവിടെ പോവും പടച്ച റബ്ബ് കാക്കുമാറാകട്ടെ മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമു കലീമുല്ലാഹി മൂസാ മൂസാ നബിയോട്ട് അല്ലാഹ് കേൾക്കണ്
അല്ലയോ നബിയേ, നക്ക് വേണ്ടിയിട്ട് എന്തിനാ അമൽ നിങ്ങൾ ആക്കിടാറുണ്ട് കേട്ടപ്പോ, നക്ക് പൊരുത്തപ്പെട്ട അമൽ നിങ്ങൾ എന്തിനാക്കിടുണ്ട് കേട്ടപ്പോ, സ്വല്ലൈതുലക വസബ്ബഹ്തുലക, പടച്ച റബ്ബേ നാ നിക്ക് നിസ്കരിച്ച അല്ലാഹ്, നിക്ക് നാ തസ്ബീഹ് ചൊന്ന അല്ലാഹ്, നിക്ക് വേണ്ടി ഒരുപാട് തസ്ബീഹും നിസ്കാരനാക്കിയിട്ട് ചൊന്നപ്പോ അല്ല കേക്കടേ, അല്ല നക്ക് പിരിച്ചപ്പെട്ടെ, നക്ക് മുഹബത്തുള്ളേ, നക്ക് ഏറ്റവും കൊശിയുള്ള എന്തെങ്കിലും നീ സ്വറാക്കിരേണ്ട കേട്ടപ്പോ അല്ലാ നിക്ക് നിസ്കരിച്ചെങ്കിൽ മയ്യാവലേ, തസ്ബീഹ് ചൊന്നെങ്കിൽ മയ്യാവലേ. മുസാരി വിട്ട് അല്ല ചെന്ന് തിരക്കൊന്നുണ്ട അൽ അഷ്ബഅത ജായിയ, വിശന്ന ആൾക്ക് ചോറ് കൊടുത്തരേ. മനസ്സിലാക്കൊണ്ടങ്ങ ഞങ്ങൾ നല്ലോണം മന്തി ബിരിയാണി, കുഴി ബിരിയാണി, എന്തെല്ലാം ബിരിയാണി ഉണ്ടല്ലോ ഇപ്പം തിന്നോണ്ടുള്ള. ഞങ്ങളെ നിരകരൽ കഞ്ഞി കുടിക്കുകയില്ലാണ്ട് വിശദം ചിന്തിച്ചിരേ, ആലോചനാക്കിരേ. ഞങ്ങളെ എത്രമായി റായത്തുള്ള അവ പട്ടിണി കിടന്നാൽ ഞങ്ങൾ പിടിയുണ്ട. നല്ല കോലിനെ ഞങ്ങൾ മുറിച്ചിട്ട് പല നിലക്കും തിന്നോണ്ടുള്ള, ഇറച്ചി തിന്നോണ്ടുള്ള, ആട് തിന്നോണ്ടുള്ള, നല്ല ചോറ് തിന്നുകൊണ്ടുള്ള ഞങ്ങളെ നിരകരുടെ അവസ്ഥ ഞങ്ങൾ ചിന്തിച്ചില്ല. അല്ലാഹു കേക്കരെ മൂസാ നബി, നീ പൈച്ച ആൾക്ക് ചോറ് കൊടുത്തേ മോനെ, അതുപോലെ ദാഹിച്ച ആൾക്ക് തണ്ണി കൊടുത്തേ മോനെ, അതുപോലെ അത് കസൗത്ത ഒഴിയാനാ. എത്രമാ ഡ്രസ്സില്ലാത്ത, പാൻറ്റില്ലാത്ത, ചട്ടയില്ലാത്ത, കമീസില്ലാത്ത, ചൂടിദാറില്ലാത്ത പാവത്തെ മക്കളുള്ള അങ്ങ് ഡ്രസ്സ് കൊടുത്തേ. മൂസാ നബിയോട്ട് അല്ല കേട്ടുപോയിട്ടെങ്കിൽ ഏറ്റവും നല്ല അമലെന്തിരെ കൊന്തുന്ന, നിസ്കരിച്ചെങ്ങ് മയ്യാവല, നോമ്പ് നോക്കിങ്ങ് മയ്യാവല, സ്വലാത്ത് ചെന്നിങ്ങ് മയ്യാവല. നിങ്ങൾ എന്ത് വേണോ? പാവങ്ങളെ നോക്കിയോളണം, മിസ്കീന്മാരെ നോക്കണം. നാളെ അവ കെട്ടുമ്പോ രണ്ട് മാലികയാക്കുമ്പോൾ ആലോചന ആക്കണമോ? രണ്ട് മാലികയുടെ 2 കോടിയുടെ അവ കെട്ടിക്കൊണ്ടുള്ള എൻ്റെ അബൂബക്കർ അവയില്ലല്ലേ അല്ലാ, അവന് കുറു അവ നിന്റെ ബകലാക്കി കൊടുത്തെങ്കിൽ എന്തേ വടച്ചവനെ ആലോചനാക്കിട്ട് നീനൊരു അവ ഒരു പാവത്തെ ഉണങ്ങ് നീ ആക്കി കൊടുത്തെങ്കിൽ റബ്ബ് നിന്റെ ഔത്തുൽ ബർക്കത്ത് ഏറെ തണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു ആ കൂടത്തിലാക്കി തീർക്കട്ടെ. 5-6 സൂപ്പർ മാർക്കറ്റ് ആക്കുമ്പോൾ, അതുപോലെ നിന്റെ മോൾക്ക് നീ മങ്ങിലാക്കുമ്പോൾ 100 പവനോ 50 പവൻ ഇട്ട് മങ്ങിലാക്കുമ്പോൾ നീ ആലോചനാക്കണു. നിന്റെ നിരകരുടെ നിന്റെ മോളുടെ ഇട്ട് പോയ ഫാത്തിമ ബാക്കിയുള്ള ആൾ മങ്ങിലായിട്ടില്ല. നിന്റെ മോൾക്ക് ഒരു 100 പവൻ ഇടുമ്പോൾ ഒരു 25 പവൻ നിന്റെ പകൽ കൊടുത്തിട്ട് ആ മോൾ എന്നാ മങ്ങിലാക്കി കൊടുക്കടേ അല്ലാ. ആ ഒരു ചിന്ത ഞങ്ങൾ വന്നു പോയെങ്കിൽ ഞങ്ങളെ ദറജെന്തിരെ കൊന്തുണ്ട, ഞങ്ങളെ സ്ഥാനന്തിരെ കൊന്തുണ്ട. അല്ലാഹുവിന്റെ റസൂൽ ചൊന്തു അസ്സായിഅൽ അർമിലത്തി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. ഒരു പാവപ്പെട്ട ഒരു പെണ്ണുക്ക് മങ്ങിലാക്കി കൊടുത്താണാ അവിടെ അല്ലാഹുവിന്റെ ദീനിൽ യുദ്ധം ചെയ്യുന്ന കൂലി ഉണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഞങ്ങൾ ചിന്തിക്കണം എൻ്റെ മുസ്ലിമീങ്ങളെ, ഞങ്ങൾ ചോറുണ്ടെങ്കിൽ മയ്യാവല, ഞങ്ങളെ നിരകര പട്ടിണി ഉണ്ടാ. അതല്ലേ ബേക്കളത്തോട് കബറ് തോണ്ടിയപ്പോ ആമതാക്കാൻ്റെ ഒരു മയ്യത്ത് കണ്ടില്ല നിങ്ങ? അതേപോലെ എത്രമാ വർഷം മരിച്ച ആമതാക്കളുടെ തടി മുണ്ടാസ് പോലും മയ്യത്തിലെ കഫാൻ പട പോലും മണ്ണ് തിണ്ടിട്ടില്ല. എങ്ങനെ മയ്യത്തായിട്ട് കിടന്നറാ അതേപോലെ കബറിൽ കണ്ട് വെക്കളത്തിൽ തന്നെ സംഗതി എല്ലാം വാട്സാപ്പിൽ വന്നിട്ട് ഹക്കാവി ചെയ്ത് തോണ്ടി നോക്കുമ്പോ അയാളെ എങ്ങനെ എത്രമാ വർഷത്ത് കിടത്തിരാറാ അതേപോലെ മയ്യത്തിനെ കണ്ട് അത്ഭുതപ്പെട്ടാറ്. അയാളെ വിഷേന്ദ്ര കൊന്തുന്ന അയാൾ എത്ര സ്ഥാനം കൊടുക്കും? അയാളെ മണ്ണ് ആ കവമ്പട തിന്നാട്ടിക്കോലെ കാരണം തിരെ കൊന്തുണ്ട. അയാളെ പ്രവർത്തനം എന്തായിട്ട് ഇന്ന് കൊന്തുണ്ട? പള്ളിയിൽ 5 വക്ത് നിസ്കരിച്ചിട്ട് ദിക്ർ ചെഞ്ഞിട്ട് പോകുമ്പോ ഔത്തു പോണ്ടേക്ക് മുന്നോൽ നിരകരയുടെ എല്ലാ ഔത്തു പോയിട്ട് നിങ്ങൾ ചോറുണ്ടാറാ, കഞ്ഞി കുടിച്ചിരാറാ, പൈച്ചിട്ടുള്ള ആറാണ്ട് ചിന്തിച്ചിട്ട് പൈച്ചിട്ടില്ലെങ്കിൽ അങ്ങ് ചോറ് കൊടുത്തതിൽ പിന്നെ
ഈ ആമുച്ച ചോറ് വയ്ക്കൂ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഞങ്ങൾ ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. നേരക്കരെല്ലാം പോയി ചുറ്റിട്ട് ആരെങ്ങ് പഴിച്ചിട്ട് അങ്ങ് ചോറ് കൊടുത്താൽ പിന്നെയാണ് ആമുച്ച ചോറിനൂടെ. അതുപോലെ തൻ്റെ സിന്ദഗിൽ ഒരാളെ വെറുപ്പിച്ചിട്ടില്ല, ഒരാളെ ബേജാറാക്കിയിട്ടില്ല, ഫലക്കത്തില കണ്ണില എന്നും ബേജാറാക്കാത്ത മനുഷ്യായിട്ട് തന്നെ നാവിൽ ഒരു ഫലക്ക പോലും വേണ്ടാത്ത ആർക്ക് ചെന്നിട്ടില്ല. അള്ളാഹു കൊടുത്ത സ്ഥാനതായിട്ട് അതുപോലെ ഞങ്ങൾ ആവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾ നിസ്കരിച്ചിട്ട് പണ്ടേ പടിയിൽ തെച്ചിട്ട് തുടങ്ങടി എന്തിരൊന്നുണ്ട ആമതൊരു വിസ ഗൊಂತುನಿಗೆ അവക്കൊരു വിസ ഗൊಂತುണ്ട ആയുസമ്മടി വിസ ഗൊಂತುണ്ട. ഇവിടെ പള്ളിയിൽ അദ്ദാഹം നടന്നുകൊണ്ടുണ്ട്. ഓ നിസ്കരിച്ചതല്ല കൊടുത്തോണ്ട് പോയിട്ടുള്ള നിസ്കരിച്ചതല്ല പോയിട്ട് അവന് കൊടുത്തിട്ട് ആർക്ക് ആരമായി എണ്ണേ അവനക്ക് നിന്റെ നിസ്കാരം പോയിട്ട്. അതല്ലേ മഹാനായ സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സഹാബത്തിട്ടൊട്ട് പാവപ്പെട്ടവനാറിട്ട് പാവപ്പെട്ടവനാറിട്ട് കേട്ടപ്പോൾ സഹാബത്ത് ചെന്നാൽ ലാ ദിർഹമ ലഹു വലാ മതാഇ യാ റസൂലല്ലാഹ്. പൈസ ഇല്ലാത്തവനും ചരക്കില്ലാത്തവനും അവയില്ലാത്തവനല്ലേ പാവത്തവനു. അള്ളാന്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്തു അല്ലാ പാവപ്പെട്ട ആറ് കൊത്തുണ്ട ഒരു മനുഷ്യ. എങ്ങനത്തെ മനുഷ്യ? ചമ്മ നിസ്കരിച്ചിര, ചമ്മ നോമ്പ് നോക്കിര, സക്കാത്ത് കൊടുത്തുറ, ധർമ്മം കൊടുത്തുറ, എല്ലാവർക്കും സഹായിച്ചിറ. സുബ്ഹാനല്ലാഹ്, നല്ലൊരു മനുഷ്യ. പക്ഷേ സ്വർഗത്തെ ടിക്കറ്റ് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോ ഒരാൾ ഓടി വേണ്ടേ പഠിച്ച റബ്ബേ ഓണാറ് കൊത്തുണ്ട ഓന്ന കടിച്ചിറ ദുനിയാവ് കടിച്ചിറ നക്കണ്ട് പകരം ಹಾಕೋ ಬದಲು ಹಾಕೋದಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ ಅಂತ ನಾ ಚಂದ್ರೆ ಪಡ್ಚೊಂಡು ಬೆಚ್ಚಿರೆ ಓಣು ತಾಕತ್ತೊಂದು ಜಿಮ್ಮುಡೆ ತಡಿಯಲ್ಲಿ ಒಂದು ಕೊಡ್ತುಟ್ಟ ಓಣು ಪಾವ ಅವನಿಗೆ ಜಿಮ್ ಅಂದೆ ಗೊಂತುಂಡ ಅಲ್ಲಿ ಬಾಹಕಾರಿ ಜಿಮ್ಮುಲೆ ಈ ಕಡೆಯಲ್ಲಿ 24 ಗಂಟೆ ನೊಕ್ಕಲ ಬಟ್ಟೆ ಸಲ್ಮಾನ್ ಖಾನ್ಡೆ ಬಟ್ಟೆ ಅಂತ ಉಸ್ತಾದಿರ ಬಟ್ಟೆ ಬರ್ಕತ್ತೆ ಹೆಂಗಿಟ್ಟಂತ അബ്ബടെ പട്ടേന്ന് ഒരു ബർക്കത്ത് കിട്ടും. ഏതോ സിനിമ കണ്ടിട്ടുണ്ട്, പ്രേമി സ്നേഹി അവൻ്റെ മുടി ഇപ്പോൾ മുടിയെല്ലാം കണ്ടില്ലേ, കക്കൂസിന് പ്ലസ് പോലത്തെ മുടി. ചില ആൾ കക്കൂസിന് പ്ലസ് പോലെയുള്ള ഇങ്ങനെ ചിലത് ജുൽഫ് കട്ട്, ബേപ്പ് കട്ട്, ബേജാറെ കട്ട്, സ്ലോപ്പ് കട്ട്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം പേരുള്ള പാവ. ഇതെല്ലാം അള്ളാഹിൻ്റെ റസൂലുക്ക് ഇഷ്ടാവാ. ഞങ്ങൾ മുസ്ലിമീങ്ങളല്ലേ, ഞങ്ങൾ ബാരിങ്ങല്ലേ, ഞങ്ങൾ മൂരിങ്ങലെ പോവാ തീരുവാ. അള്ളാഹു കാക്കട്ടെ. ഞങ്ങൾ ബാരി ആയിട്ടിരിക്കുമ്പോൾ മുസ്ലിം ആയിട്ടിരിക്കുമ്പോൾ ഒരു മുടി വെക്കലുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ നഹാ അനിൽ ഖസ, അവിടെ ഇവിടെ ചെത്തിയിട്ട് നടുവിൽ മാത്രം മുടി വെക്കൽ പാടില്ല. അള്ളാഹിൻ്റെ റസൂൽ നിരോധിച്ചിരുന്നു. എന്താ അഞ്ഞഞ്ഞ് ചെത്തിയിട്ട് അഞ്ഞഞ്ഞ് എന്തൊക്കെ പേരുണ്ട്, ഡേഞ്ചർ കട്ട, പോലീസ് കട്ട്, ഷേജർ കട്ട്, പോലീസ് കട്ട്, ഇതെല്ലാം കട്ട്. ആരത് ആ കട്ടാക്കിടെ ആറ് 5 വക്ത് നിസ്കരിക്കണവൻ്റെ മോണു. ചില പെണ്ണുങ്ങൾ ഭണ്ഡാരി ഷാപ്പ് പോയി, ഭണ്ഡാരി ഷാപ്പാൻ്റെ സ്ഥലമാണ് എന്താ ചെല്ലാറല്ലേ. നാ ഒരു നാൾ സ്ഥലമുള്ള ഒരു പെണ്ണിങ്ങ കൂട്ടി ಬಂತು ഒരു ಕಿಡಾವಡಿ ಬುರ್ಕಲ್ಲ ಇಟ್ಟು ಬಂದಿಟ್ಟು ಚಂತು ಸ್ಲೋಪ್ ಕಟ್ ಮಾಡಿ ಉಂಟು. ನಾ ಬೆಚ್ಚ ಸ್ಲೋ ಹಾಕ್ಕೊಂಡು ನೊಂಬಲ್ ಹಾಕಿರಂಡ ಚಂದನೆ ಉಂಟು. ನಾನು ಭಂಡಾರಿ टिकट क्या बोला वो स्लोप कट करने को बोला. वो नाम है, वो एक नाम है स्लोप कट बोल के. हाँ, स्लोप कट के ಅದು ಫೇರ್ മനസ്സിലാಕೊಂಡಂಗ ಏದೆಲ್ಲ ಸೈಸಿರಿ ಕಟ್ಟಾಕಿಟ್ಟುള്ള നല്ല ചെറുപ്പക്കാരെ ಎಲ್ಲ ചേഞ്ച് ആക്കും. ജുൽഫ് കട്ട് ചന്തത്തെ നല്ല മുടി ഒരുപോലെ ആക്കിയിട്ട് ജുൽഫ് കട്ട്. അള്ളാഹിൻ്റെ റസൂൽ അത് ഇഷ്ട.